വേൾഡ് കപ്പിൻ്റെ അതിനിർണായകമായ സെമി ഫൈനലിൽ തങ്ങളുടെ ബദ്ധവൈരികളായ ഇംഗ്ലണ്ടിനെ 2-1 തകർത്തെറിഞ്ഞ അർജന്റീന വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചിരുന്നു. മത്സരത്തിൻ്റെ അവസാന നിമിഷം നേടിയ 2 ഗോളുകളിലൂടെ അർജന്റീന ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചു. ഫൈനലിൽ അർജന്റീനയെ കാത്തിരിക്കുന്നത് സ്പെയിനാണ്. എന്നാൽ ഈ ഒരു മത്സരത്തിനു ശേഷം അർജന്റീന നടത്തിയ സെലിബ്രേഷൻ വലിയ വിവാദം തന്നെ സൃഷ്ടിച്ചിരുന്നു. മത്സരശേഷം അർജന്റീൻ താരങ്ങൾ ഫോക്ലാൻഡ് ഐലാൻഡിൻ്റെ ഒരു ബാനർ ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു സെലിബ്രേഷൻ നടത്തിയിരുന്നത്. രാഷ്ട്രീയപരമായി വൻ വിവാദത്തിൽ കിടക്കുന്ന സ്ഥലമാണ് ഫോക്ലാൻഡ് ഐലാൻഡ്. നിലവിൽ അർജന്റീനയും ഇംഗ്ലണ്ടും ഇതിനായി യുദ്ധം വരെ നടന്നിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലായിരുന്നു ജിവാനി ലോ സെൽസോയും ക്രിസ്റ്റ്യോ റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും എല്ലാം ഫോക്ലാൻഡ് ഐലാൻഡ് താങ്കളുടേതാണെന്ന് പറഞ്ഞുള്ള ബാനർ ഉയർത്തിയത്. ഇത് രാഷ്ട്രീയപരമായ കാര്യമാണ്. ഇതിനെതിരെ ഇംഗ്ലണ്ട് ഫുട്ബോൾ അസോസിയേഷനും അവരുടെ പ്രധാനമന്ത്രിയുമെല്ലാം ശക്തമായി രംഗത്തെത്തിയിരുന്നു. രാഷ്ട്രീയം ഫുട്ബോളിൽ കലർത്തരുതെന്നും ഇതിനെതിരെ ശക്തമായി നടപടി വേണമെന്നുമായിരുന്നു റിപ്പോർട്ട്. ഒടുവിൽ ഇതാ അർജന്റീനയ്ക്കുമേൽ വമ്പൻ നടപടി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫിഫ. ഫുട്ബോൾ മൈതാനത്ത് രാഷ്ട്രീയം അനുവദിക്കില്ലെന്ന ഫിഫയുടെ കടുത്ത നിലപാട് ലംഘിച്ച അർജന്റീനയുടെ മുൻനിര താരങ്ങൾക്കെതിരെ ഫിഫയുടെ അച്ചടക്ക നടപടികൾ വരുന്നു. അർജന്റീന ആരാധകരിൽ നിന്നും മാൽവീനാസ് ബാനർ വാങ്ങി ഗ്രൗണ്ടിലൂടെ ഉയർത്തിക്കാട്ടിയ അർജന്റീൻ താരങ്ങൾക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാവുമെന്ന് ഇപ്പോൾ ഫിഫ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ നടപടികൾ കൂടുതൽ അന്വേഷണവും ഫൈനലിന് ശേഷം മാത്രമേ ഉണ്ടാകൂ. ഇത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആശ്വാസകരമായ കാര്യമാണ്. കാരണം ഫൈനലിന് താരങ്ങൾക്ക് ഇതുമൂലം മത്സരം നഷ്ടമാകില്ല. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ ഉൾപ്പെട്ട മുഴുവൻ കളിക്കാർക്കും ഫൈനൽ മത്സരത്തിൽ കളിക്കാൻ ഫിഫയുടെ അനുവാദമുണ്ടാകും. എന്നാൽ ഫൈനൽ മത്സരത്തിന് ശേഷം കാത്തിരിക്കുന്നത് ചിലപ്പോൾ വലിയ പിഴയോ അല്ലെങ്കിൽ ഫിഫയുടെ മത്സരത്തിൽ നിന്നുള്ള സസ്പെൻഷനോ ഒക്കെ ആയിരിക്കും. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.